നമസ്കാരം, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന റീഡിങ്, നിങ്ങൾ എന്ത് ഗുഡ് ന്യൂസ് ആണ് കേൾക്കാൻ പോകുന്നത് അതാണ്. അപ്പോൾ നമ്മൾ ഇന്നൊരു പോസിറ്റീവ് അപ്രോച്ച് എടുക്കണം. സാധാരണ തേർഡ് പാർട്ടി അതും ഇതും നിങ്ങൾ പ്രശ്നങ്ങളാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ഗുഡ് ന്യൂസ് ആണ് കേൾക്കാൻ പോകുന്നത്? ഞാൻ ഗുഡ് ന്യൂസ് എന്ന് പറഞ്ഞു. അപ്പോൾ യൂണിവേഴ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഗുഡ് ന്യൂസ് തരട്ടെ കേട്ടോ. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം സാധിച്ചു തരട്ടെ എന്ന് നമുക്ക് ദൈവത്തിനോട് പ്രാർത്ഥിക്കാം കേട്ടോ. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തരാനായിട്ട് യൂണിവേഴ്സ് ഇടപെടട്ടെ കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്ത് ഗുഡ് ന്യൂസാണ് കേൾക്കാൻ പോകുന്നത് അതാണ് നമ്മളുടെ റീഡിങ്ങിൻ്റെ കേട്ടോ. അപ്പോൾ ഞാൻ കളർ എടുത്തേക്കുന്ന ബ്ലാക്ക്, ഗ്രീൻ, യെല്ലോ എന്ന് വെച്ചാൽ നമുക്കൊരു പോസിറ്റീവ് അപ്രോച്ച് നോക്കാം. പ്രശ്നങ്ങളുണ്ട്, അത് ഇതൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും നമുക്കൊരു എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ ഗുഡ് ന്യൂസ്. ഓക്കെ, മകന് നല്ലൊരു കോളേജിൽ അഡ്മിഷൻ കിട്ടി, ഇതൊക്കെ ഗുഡ് ന്യൂസുകളാണ് അല്ലേ. പിന്നെ മക്കൾക്ക് കുഞ്ഞുങ്ങളുണ്ടാവാൻ പോകുന്നു, കറങ്ങിത്തിരിഞ്ഞ് പോയ ആരെങ്കിലും തിരിച്ച് വരാൻ പോകുന്നു, കാണാതെ പോയ എന്തോ ഒരു സാധനം കിട്ടാൻ പോകുന്നു, ഒരു പ്രൊമോഷൻ കിട്ടാൻ പോകുന്നു, നല്ലൊരു ഇൻ്റർവ്യൂവിനുള്ള കോൾ വരുന്നു, ഇതൊക്കെ ഗുഡ് ന്യൂസാണ്. അപ്പോൾ നമുക്ക് നിങ്ങൾക്കറിയാം നിങ്ങൾ എന്ത് ഗുഡ് ന്യൂസിന് വേണ്ടിയാണ് വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ഗുഡ് ന്യൂസാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് അതാണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ ആദ്യം ഓറക്കിൾ മെസ്സേജ് നോക്കും, പിന്നെ നിങ്ങളുടെ ഓവറോൾ എനർജി നോക്കും, എന്നിട്ട് നമുക്ക് ഗുഡ് ന്യൂസ് എന്താണെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ദൈവത്തിനോട് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം, ഗുഡ് ന്യൂസ് വരണേ 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 വരണേ. ഓക്കെ, നമ്മൾക്ക് ആഗ്രഹമുള്ള സിറ്റുവേഷൻസേ ദൈവം നമുക്ക് തരുള്ളൂ. അത് നമ്മൾക്ക് മനസ്സിലാവാത്തത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ സബ് കോൺഷ്യസ് ആയിട്ട് പോലും നിങ്ങൾ ചീത്ത കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും നടക്കില്ല 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 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കില്ല. നടക്കും കാര്യങ്ങൾ ശരിയായിട്ട് വരും. എന്ത് പ്രശ്നമുണ്ടെങ്കിലും നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ നന്നായിട്ട് വരും എന്ന് വിശ്വസിക്കുക. അപ്പോൾ എല്ലാം പോസിറ്റീവായിട്ട് വരും. അപ്പോൾ ബ്ലാക്ക്, ഗ്രീൻ, യെല്ലോ 3 കളേഴ്സാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. ബ്ലാക്ക്, ഗ്രീൻ, യെല്ലോ. എല്ലാവർക്കും റെസനേറ്റ് ചെയ്യണമെന്നില്ല, ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ പേഴ്സണൽ റീഡിംഗ് വേണം എന്നുള്ളവർ വാട്സാപ്പ് നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സാപ്പ് നമ്പറാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ നമുക്ക് പോസിറ്റീവിലേക്ക് പോവാം. അപ്പോൾ ദൈവമേ, ഞാൻ ബ്ലാക്കാണ് സെലക്ട് ചെയ്യുന്നത്. ബ്ലാക്ക് സെലക്ട് ചെയ്തവർ റീഡിങ്ങിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഓറക്കിൾ മെസ്സേജ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ എനർജി ഡീടോക്സിഫിക്കേഷൻ ചെയ്യണമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അപ്പോൾ ടോക്സിക് ആയ സിറ്റുവേഷനിൽ നമ്മൾ ടോക്സിക് ആയ സാധനം കഴിച്ചാൽ നമ്മളുടെ ശരീരം ടോക്സിക് ആവും, നമുക്ക് അസുഖങ്ങൾ വരും. അതുപോലെയാണ് നമ്മളുടെ ഇമോഷൻസും നമ്മളുടെ ഫീലിങ്സും. നമ്മൾ എന്ത് എനർജിയാണ് നമ്മളുടെ ഉള്ളിലേക്ക് എടുക്കുന്നത്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, നമ്മൾ കേൾക്കുന്ന വാക്കുകൾ, നമ്മൾ കാണുന്ന കാര്യങ്ങൾ, അപ്പോൾ അതെല്ലാം നമ്മളുടെ ഉള്ളിലേക്ക് നല്ലതാണെങ്കിൽ നല്ലത് എനർജി കയറ്റും, അല്ലെങ്കിൽ ടോക്സിക് ആയ എനർജി കയറ്റും. അപ്പോൾ ഒന്ന് ഡീടോക്സിഫൈ ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ നല്ലത് പറയുക, നല്ലത് കേൾക്കുക, അങ്ങനെ നല്ലത് ആലോചിക്കുക, അതാണ് പറയുന്ന യൂണിവേഴ്സ് കേട്ടോ. അപ്പോൾ എന്താണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ഓവറോൾ എനർജി? ഞാൻ നെഗറ്റീവിനെ തള്ളി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പോസിറ്റീവായ കാര്യങ്ങൾ മാത്രമേ ഇവിടെ വരാൻ പാടുള്ളൂ. പ്ലീസ്, പോസിറ്റീവായ കാര്യങ്ങൾ മാത്രം പറഞ്ഞു. നിങ്ങളുടെ ഓവറോൾ എനർജി എന്താണ്? നിങ്ങളുടെ ഓവറോൾ എനർജി എന്ത് വേണേ ആവാം. നിങ്ങൾ എന്ത് ഗുഡ് ന്യൂസാണ് കേൾക്കാൻ പോകുന്നത്? നമ്മൾ വേറെ ന്യൂസ് എന്നല്ല പറഞ്ഞാൽ ഗുഡ് ന്യൂസ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഗുഡ് ന്യൂസ് എന്താണ് വരുന്നതെന്ന് നോക്കാം കേട്ടോ. ഇത് ഒരു കൊട്ട
കാർഡ്സ് ചെയ്തു. നമുക്ക് ആകെ ഒരു കാർഡിൻ്റെ ആവശ്യം, 1 2 നിങ്ങൾ 3 കുഴപ്പമില്ല. നിങ്ങളുടെ ഓവറോൾ എനർജി, നിങ്ങളൊരു കുഞ്ഞിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരിക്കും, നിങ്ങളൊരു വിവാഹത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരിക്കും. ഇവിടെ 3 തരം കാർഡുണ്ട്. ഒരെണ്ണം 9 ഓഫ് പെൻറ്റക്കിൾസ്. 9 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് എല്ലാം ഉണ്ട്, ഒരു പാർട്ട്ണറില്ല. അതാണ് നമ്മളുടെ ലൈഫിൽ എല്ലാം ഉണ്ട്. പൈസയുണ്ട്, ജോലിയുണ്ട്, പ്രതാപമുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ഇതൊരു സെൽഫ് സഫിഷ്യൻ്റ് എനർജിയാണ് കേട്ടോ. അപ്പോൾ ഈ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തും നേടിയെടുക്കാൻ കഴിവുള്ള ഒരു എനർജിയാണ്. ഇവിടെ ഇമോഷണൽ സപ്പോർട്ടിന് ഒരാളില്ല എന്നാണ്. ഇതൊരു സിംഗിൾ എനർജിയാണ്. വേറൊരെണ്ണം സൺ കാർഡാണ്. ഹാപ്പിനെസ് ആവാം, അതല്ലെങ്കിൽ ക്ലാരിറ്റി. എന്തോ ഒരു കാര്യത്തിന് നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി കിട്ടാതിരുന്ന ഒരു കാര്യത്തിന് ക്ലിയർ കിട്ടുന്നുണ്ട്. ഒരു കുഞ്ഞിന് വേണ്ടി കാത്തിരിക്കുകയാണോ, ചിലപ്പോൾ ആരെങ്കിലും പ്രഗ്നൻ്റ് ആയിരിക്കാം കേട്ടോ. എല്ലാ കാര്യവും നന്നായിട്ട് നടന്നു പോകുന്നുണ്ടാവാം. അപ്പോൾ നിങ്ങൾ ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ്. ഒരു കാര്യം മീൻസ് ചെയ്യുന്ന കാര്യങ്ങൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന, അതിൽ നിന്ന് റിസൾട്ട് എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു എനർജി ആയിട്ടാണ് നിങ്ങളെ കാണിക്കുന്നത്. ഇവിടെ എന്താണ് ഓവറോൾ എനർജിയിൽ സൺ കാർഡ് കണ്ടത്? സൺ കാർഡ് എന്ന് പറഞ്ഞാൽ ഹാപ്പിനെസ് ആണ് കേട്ടോ. ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ ഹാപ്പിനെസ് കുഞ്ഞു ജനിക്കുമ്പോഴും ഹാപ്പിനെസ് ഉണ്ടാവും. ഒരു കുഞ്ഞുവാവെ കാണിക്കുന്നുണ്ട്. 9 ഓഫ് വാൻസും ഏസ് ഓഫ് കപ്സും. അപ്പോൾ ചിലപ്പോൾ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു പുനർജന്മം, നിങ്ങളൊരു റിലേഷൻഷിപ്പ് നിങ്ങളുടെ ലൈഫിലുണ്ടായിരുന്നു, നിങ്ങൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു, ആ റിലേഷൻഷിപ്പ് ഒന്ന് മങ്ങിപ്പോയി, അതിൻ്റെ ആ ഒരു പ്രഭ. അപ്പോൾ ആ റിലേഷൻഷിപ്പ് എന്നാലും നിങ്ങൾ ആ സിറ്റുവേഷൻ വിടുന്നില്ല. രണ്ടാമതും എനിക്ക് ആ സിറ്റുവേഷൻ തന്നെ തിരിച്ചു വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു എനർജി. ഇത് പലരുടെ എനർജി ആവാം കേട്ടോ, കാരണം 3 കാർഡ് വന്നു. അപ്പോൾ ടവർ മൊമെൻറ്റ്, ഒരു 3 ഓഫ് പെൻറ്റക്കിൾസ് കാണിക്കുന്നുണ്ട്. 3 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറഞ്ഞാൽ ഒരു ടീം വർക്കാണ്. അപ്പോൾ ടീം വർക്ക് സിംഗിളായ ഒരു എനർജിയാണ്. നിങ്ങൾ ചിലപ്പോൾ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ആളായിരിക്കാം. എന്തുകൊണ്ട് ടവർ മൊമെൻറ്റ് കണ്ടത്? 3 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറഞ്ഞാൽ കൊളാബറേഷൻ, ടീം വർക്ക് ഒക്കെയാണ്, സഹകരണ മനോഭാവം കേട്ടോ. അപ്പോൾ നേരത്തെ ഇത് ഒരു നമ്മളൊരു പ്രായത്തിൽ ആവുമ്പോൾ, നമ്മളൊരു പ്രായം ഒരു 30 വയസ്സ് അല്ലെങ്കിൽ ഒരു 25 വയസ്സൊക്കെ കഴിയുമ്പോഴേക്കും നമ്മളുടെ മനസ്സ് സെറ്റാവും. നമ്മൾക്ക് നമ്മളുടേതായ ചിന്താഗതികൾ, നമ്മളുടേതായ വീക്ഷണങ്ങളൊക്കെ വരും. അപ്പോൾ ആ സമയത്ത് നമ്മൾ വേറൊരാൾ നമ്മളുടെ ലൈഫിലേക്ക് വരുമ്പോൾ അവരായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ നമുക്ക് ബുദ്ധിമുട്ടാവും. അപ്പോൾ ഈ ഒരു എനർജി ഇത് വിവാഹം കഴിക്കാതിരുന്നതായിരിക്കാം, കരിയറിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ഇപ്പോൾ എനിക്കൊരു പാർട്ട്ണറെ വേണം എന്ന് ചിന്തിക്കുന്ന ഒരു എനർജി ആയിരിക്കാം. അപ്പോൾ ഇവിടെ ഒരു 10 ഓഫ് പെൻറ്റക്കിൾസ് ആഗ്രഹിച്ചപ്പോൾ അതിന് വേണ്ടിയാണ് പ്രേക്ഷത്. അപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ കോൺസെൻട്രേറ്റ് ചെയ്യാതെ ചിലപ്പോൾ കരിയറിൽ കോൺസെൻട്രേറ്റ് ചെയ്തതുകൊണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്തോ പ്രശ്നം, സിംഗിളായി പോയ ഒരാളായിരിക്കണം കേട്ടോ. വളരെ പ്രതീക്ഷയോടെ. പക്ഷേ ഈ പേഴ്സൺ ചെയ്തതെല്ലാം ഫാമിലിക്ക് വേണ്ടിയിട്ടായിരുന്നു, അല്ലെങ്കിൽ ആ പേഴ്സൻ്റെ പാർട്ട്ണർക്കും വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ പാർട്ട്ണർക്ക് പണത്തിനേക്കാളും പ്രശസ്തിയേക്കാളും കൂടുതൽ സ്നേഹമായിരുന്നു, സപ്പോർട്ടായിരുന്നു വേണ്ടിയിരുന്നത്. അതുകൊണ്ട് ആ ഒരു 10 ഓഫ് പെൻറ്റക്കിൾസ് പറഞ്ഞാൽ എല്ലാം, വെൽത്ത്, ഹാപ്പിനെസ്, ഹെൽത്ത് എല്ലാം കൂടിയാണ്. അത് അച്ചീവ് ചെയ്യാൻ പറ്റിയില്ല, മനസ്സിലായോ? അതിൻ്റേതായൊരു ഇതുണ്ട്. അപ്പോൾ 9 ഓഫ് കപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എന്താ പറയുക, വിഷ് ഫുൾഫിൽമെൻ്റ് എന്ന് പറയും, ആഗ്രഹ സാധ്യം എന്ന് പറയും. എന്നുവെച്ചാൽ എല്ലാം ഉണ്ട്, എല്ലാ കാര്യങ്ങളും. ഒരു 10 ഓഫ് കപ്സിൻ്റെ അടുത്തേക്ക് എത്തുകയാണ്, മനസ്സിലായോ? ഒരു കുറവ്, ചെറിയൊരു കുറവ്, അപ്പോൾ അത് നികത്താൻ വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരാൾ. അപ്പോൾ ഇവിടെ ഒരു കണ്ണിങ് എനർജി കാണിക്കുന്നുണ്ട്. 7 ഓഫ് കണ്ണിങ് എന്ന് പറയാൻ പറ്റില്ല, സ്ട്രൈക്കായിട്ട് മൂവ് ചെയ്യുന്ന ഒരാൾ. ഈ ഒരു കാര്യം അച്ചീവ് ചെയ്യാൻ 10 ഓഫ് പെൻറ്റക്കിൾസ് ആണ് ഈ പേഴ്സൻ്റെ എയിം. എന്നാൽ ഹെൽത്ത്, വെൽത്ത്, ഗുഡ് ഫാമിലി, ചിൽഡ്രൻ എല്ലാം. അപ്പോൾ അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പേഴ്സൺ പ്രയത്നിക്കുന്നത്. പക്ഷേ അത് വളരെ സ്ട്രാറ്റജിക് ആയിട്ടാണ് തരുന്നത്, ഒരു ഡിസിപ്ലിൻഡ് ആയിട്ട് വളരെ പ്ലാനിങ്ങോടുകൂടിയാണ് മുമ്പോട്ട് പോകുന്നത് നിങ്ങൾ കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഗുഡ് ന്യൂസ് എന്താണ്? നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഗുഡ് ന്യൂസ് എന്താണ്? നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഗുഡ് ന്യൂസ് എന്താണ്? നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഇപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞില്ലേ ഇങ്ങനൊരു പ്രശ്നമുണ്ട്, നിങ്ങളൊരു സ്ട്രാറ്റജിക് ആയിട്ട് മൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഹെൽപ്പ് അവൈലബിൾ ആണ്. നിങ്ങൾ ഒറ്റയ്ക്ക് ഈ തോണി തുഴ എന്നാണ് പറയുന്നത്. നിങ്ങൾ ഭയങ്കരമായിട്ടുള്ള പ്രശ്നത്തിലാണ്, മാനസിക വ്യഥയിലാണെങ്കിൽ നിങ്ങൾ ആരോടും പറയുന്നില്ല ഈ കാര്യം.
നിങ്ങൾ വളരെ സീക്രട്ടീവ് ആയിരിക്കുകയാണ് ഈ കാര്യം, മനസ്സിലായോ? യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്ക് ഹെൽപ്പ് അവൈലബിൾ ആണ്, നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയും എല്ലാം നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ റെഡിയാണ്. പക്ഷെ നിങ്ങൾ ആരോടും പറയുന്നില്ല കാര്യങ്ങൾ. നിങ്ങൾ സ്വയം ഐസൊലേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ സിറ്റുവേഷൻ നിങ്ങൾ മറച്ചു വെച്ചിട്ട് നിങ്ങൾ ഒറ്റപ്പെട്ടാണ് ജീവിക്കുന്നത്. ഭയങ്കര സങ്കടത്തിലാണ്, ഭയങ്കര ഇൻസെക്യൂറാണ് നിങ്ങൾ ഈ കാര്യത്തിൽ. അപ്പോൾ നിങ്ങൾക്ക് ഫ്രണ്ട്സ് ആണ് അല്ലെങ്കിൽ ഫാമിലിയോട് ആരോടെങ്കിലും തുറന്ന് പറയുക നിങ്ങൾക്ക് സഹായം വേണമെങ്കിൽ, മനസ്സിലാവുണ്ടോ? ഈ ഒരു പേഴ്സണെ തേടി നിങ്ങളുടെ കയ്യിൽ നിന്ന് വിട്ടുപോയ ആ പേഴ്സണെ തേടി പിടിക്കണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിയുടെയോ വിക്ടറി പോസിബിൾ ആണെന്നാണ് പറയുന്നത്. നിങ്ങളുടെ സഹായം, നിങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് സഹായം സ്വീകരിക്കുക. നിങ്ങളെല്ലാവരും റിജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും, ആരോടും പറയാം. കാരണം ഈഗോ ഹേർട്ടാണ്, ഞാൻ ഇത്രയും ഒരാളുടെ പുറകെ നടക്കുന്നു, ഞാൻ ഇത്രയും സ്ട്രോങ് ആയ ഒരാൾ ഒരു പഴയ ഒരു കാര്യത്തിന് വേണ്ടി ഇപ്പോഴും സങ്കടപ്പെടുകയാണെന്ന് പറയുമ്പോൾ ആൾക്കാരെന്ത് വിചാരിക്കും, മനസ്സിലായോ? അതോ ഈ പ്രായത്തിൽ ഞാൻ ഇനിയിപ്പോൾ അതിൻ്റെ പുറകെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാർ പറയില്ലേ ഈ പ്രായത്തിലാണോ ഇതിൻ്റെയൊക്കെ പുറകെ നടക്കുന്നത് എന്നൊരു ചിന്ത വരുന്ന ആൾക്കാർ ചിന്തിക്കുമെന്ന് നിങ്ങൾക്കൊരു പേടിയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരോടും പറയാതെ സീക്രട്ടായിട്ട് ഈ കാര്യം വെച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ തുറന്ന് പറയുക, മനസ്സിലായി? ഗുഡ് ന്യൂസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ സഹായിക്കാൻ സന്നദ്ധരായിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ട്, നിങ്ങളുടെ ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് ഉണ്ട്, നിങ്ങളുടെ ഫാമിലി ഉണ്ട്. അപ്പോൾ നിങ്ങൾ അവരോട് കാര്യം പറയുക. ചിലപ്പോൾ കൊളീഗ്സിൽ നല്ല ആൾക്കാരുണ്ടാവും, അവരോട് പറയുക. അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സഹകരിക്കും നിങ്ങളുടെ കൂടെ. ഈ 4 ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ റിജക്ഷനാണ്. നിങ്ങൾ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഴയ ഈ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്നതുകൊണ്ട് പുതിയ റിലേഷൻഷിപ്പും പുതിയതായിട്ടുള്ള ആരെങ്കിലും നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ നോക്കിയാൽ നിങ്ങൾ അവരെ റിജക്റ്റ് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആ മനോഭാവം മാറ്റുക. ചിലപ്പോൾ പഴയതിനേക്കാളും ബെറ്ററായിട്ട് നല്ലൊരു കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ ചാൻസ് ഉണ്ട്. അതിനെ ഇൻവൈറ്റ് ചെയ്യുക, അവരൊരു വിക്ടറി കാണിക്കുന്നുണ്ട്, മനസ്സിലാവുണ്ടോ? ഈ റിജക്ഷൻ മെൻറ്റാലിറ്റി മാറിയിട്ട് കുറച്ചും കൂടെ ഓപ്പൺ ആവുക, കുറച്ചും കൂടെ ഫ്ലെക്സിബിൾ ആകുക. ഇപ്പോൾ ഭയങ്കര റിജിഡാണ്. നിങ്ങൾക്ക് കാര്യം നേടിയെടുക്കണമെന്നുണ്ട്, പക്ഷേ ഞാൻ തന്നെ ചെയ്യും, കാരണം 4 പേര് അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രശ്നമാകും എന്നാണ് കാണിക്കുന്നത്, മനസ്സിലായോ? അപ്പോൾ ഇതൊരു ടോക്സിസിറ്റിയാണ് നിങ്ങളുടെ ഉള്ളിലുള്ള. എന്ന് വെച്ചാൽ നിങ്ങൾ ആരും ചിലപ്പോൾ നിങ്ങൾ എന്താ പറയുക, ഒരു റിലേഷൻഷിപ്പ് ആകുമ്പോൾ എന്താ പറ്റുക, ഫ്രണ്ട്സ് ആണെങ്കിലും ഫാമിലി ആണെങ്കിലും എല്ലാ റിലേഷൻഷിപ്പിലും നമ്മൾ വർക്ക് ചെയ്യണം. കുറേ കാര്യങ്ങൾ കണ്ടില്ല കേട്ടില്ല എന്നടിക്കണം. പല ഫ്രണ്ട്സ് നമ്മൾ പല വിധത്തിലുള്ള ആളുകളാണ് അല്ലേ? അപ്പോൾ നമ്മൾ അവരോടെല്ലാം ഒന്നില്ലെങ്കിൽ എന്താ പറയുക, മെജോറിറ്റി വളരെ സ്ട്രോങ് ആകുകയും വളരെ മെൻ്റലി ഭയങ്കര സ്ട്രോങ് ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, മറ്റുള്ളവരെല്ലാം റിജക്റ്റ് ചെയ്യാൻ തുടങ്ങും. അത് ഓട്ടോമാറ്റിക് വരുന്നതാണ്. നമുക്കൊരു തോന്നുന്നു നമുക്ക് ആരുടെ ആവശ്യമില്ല, നമ്മൾക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റും, നമ്മൾക്ക് ഒറ്റയ്ക്ക് കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റും. അതൊരു ടോക്സിസിറ്റിയാണ് നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത്, മനസ്സിലായി? ചെറിയൊരു അഹങ്കാരം, നമുക്ക് ഇഷ്ടംപോലെ പൈസ ഉണ്ട്, പിന്നെ പൈസ കൊണ്ട് നേടാൻ പറ്റാത്ത പണത്തിന് മുകളിൽ പലതും പറക്കില്ല എന്നൊക്കെ നമ്മൾ പറയും. അതൊരു കണക്കിന് നല്ലതാണ്. പക്ഷേ അങ്ങനെ പണം നമ്മളടുത്തേക്ക് വരുന്നത്, പണം കണ്ടിട്ട് നമ്മുടെ അടുത്തേക്ക് വരുന്നത് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. നമ്മുടെ ഫാമിലിയാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, പിന്നെ വരുന്നത് ഫ്രണ്ട്സ്, കൊളീഗ്സ്, മനസ്സിലായോ? അപ്പോൾ അങ്ങനെ നമ്മളെ എല്ലാവരെയും ഒന്ന് ഡിപ്ലോമാറ്റിക്കായിട്ട് പെരുമാറി അവരെല്ലാവരും ചേർത്ത് നിർത്താൻ നോക്കണം. ഇപ്പോൾ നിങ്ങളുടെ ഒരു ടോക്സിക് സിറ്റുവേഷനാണ്, അങ്ങനത്തെ ആളാണ്, അല്ലെങ്കിൽ അവൾ അങ്ങനത്തെ സ്വഭാവമാണ്, അവരോട് പറയാൻ പറ്റില്ല. ഫ്രണ്ട്സ് പറഞ്ഞാൽ നാട്ടുകാരെ മുഴുവൻ അറിയിക്കും, ഫ്രണ്ട്സിനെ മുഴുവൻ പറഞ്ഞ് നാണക്കേടാവും, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല എന്നൊക്കെ വിചാരിച്ചാൽ, അതല്ലെങ്കിൽ വീട്ടുകാരെന്ത് വിചാരിക്കും? ഈ പ്രായത്തിൽ ഞാനൊരു ബന്ധത്തിൽ പെടാൻ പോകുമെന്ന് പറയുമ്പോൾ, പണ്ട് കാണാതായ ഒരാൾ അന്വേഷിക്കാൻ പറയുമ്പോൾ അവരൊക്കെ എന്ത് വിചാരിക്കും എന്നുള്ളത്, അതൊരു ടോക്സിക് എനർജിയാണ്. അതിനെ വിട്ടുകളയുക, അതിനെ ഡീടോക്സ് ചെയ്യുക, മെഡിറ്റേഷൻ, യോഗ ഒക്കെ ചെയ്യുക. എന്നിട്ട് അതെങ്ങനെ ദൈവത്തിനോട് പ്രാർത്ഥിച്ച് ഡീടോക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് അഡിക്ഷൻ വല്ലതും ഉണ്ടോ എന്ന് വെച്ചാൽ ഡ്രിങ്കിങ്, ഡ്രഗ്സ്, അങ്ങനെ വല്ല അഡിക്ഷനൊക്കെ ഉണ്ടോ? അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അതൊക്കെ ഉപേക്ഷിക്കുക. എന്നിട്ട് അതിൽ നിന്ന് പോന്നിട്ട് ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് സംസാരിച്ചിട്ട് ഇതിനൊരു നല്ലൊരു എൻഡിങ് ഉണ്ടാക്കിയെടുക്കുക, മനസ്സിലായോ? അതാണ് പറയുന്നത്. നിങ്ങൾക്ക് ഫ്രണ്ട്സും ഫാമിലിയും സപ്പോർട്ടീവാണ്, അവരോട് നിങ്ങൾക്ക് സഹായം അഭ്യർത്ഥിക്കാമെന്നാണ്. അതാണ് നിങ്ങളുടെ ഗുഡ് ന്യൂസ്. ഇത് നിങ്ങൾക്ക് അറിയില്ലായിരിക്കും, കാരണം നമ്മളെല്ലാവരും അവരോട് പറഞ്ഞാൽ അവർ മുഴുവനും നാണക്കേടാക്കും, എന്തിനാ പറഞ്ഞു. അങ്ങനെയല്ല, ചില സമയത്ത് നമ്മൾ സഹായം വേണമെങ്കിൽ സഹായം ചോദിച്ചേ പറ്റുള്ളൂ. അതിലാണ് എളിമയുള്ളത്, അതാണ് ഹ്യൂമിലിറ്റി, മനസ്സിലാവുക? അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ 4 ഓഫ് കപ്സ്, ക്യാൻസർ, പൈസസ്, സ്കോർപിയോ, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, ക്യാൻസർ, പൈസസ്, സ്കോർപിയോ, അക്വാരിയസ്, ലിബ്ര, ജെമിനി,
Taurus, Virgo, Capricorn, Scorpio, Taurus, Virgo, Capricorn, Aries, Leo, Sagittarius, Cancer, Pisces, Scorpio, Taurus, Virgo, Capricorn, Taurus, Virgo, Capricorn, Leo. ഇത്രയുമാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നിങ്ങളുടെ റീഡിങ്. ഇനി ഞാൻ ഗ്രീൻ സെലക്ട് ചെയ്തത് റീഡിങ്ങിലേക്കാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ഗ്രീൻ സെലക്ട് ചെയ്തവരുടെ എന്താണ് ഓറക്കിൾ മെസ്സേജ് നിങ്ങൾക്ക് വരുന്നത്? റീബർത്ത് ഓഫ് ലോർഡ് ഗണേശ, കറക്റ്റിംഗ് യുവർ മിസ്റ്റേക്സ്. അപ്പോൾ നമ്മളാരും ദൈവങ്ങളല്ല, മാലാഖമാരല്ല, നമ്മളെല്ലാവരും മനുഷ്യരാണ്. വീക്ക്നെസ്സസുകളും നെഗറ്റിവിറ്റി ഉള്ളവരും എല്ലാമാണ് നമ്മൾ. അപ്പോൾ നമ്മൾ ചെയ്തിട്ടുണ്ട് തെറ്റുകൾ. അങ്ങനെ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റുകൾ പശ്ചാത്തപിച്ച് അത് തിരുത്തുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അതാണ് നിങ്ങളുടെ ഓറക്കിൾ മെസ്സേജ് കേട്ടോ. അപ്പോൾ നിങ്ങളിപ്പോൾ എന്ത് എനർജിയിലാണെന്ന് നോക്കാം. നിങ്ങളുടെ ഓവറോൾ എനർജി എന്താണ്? നിങ്ങൾക്കിപ്പോൾ ഒരാളെ എത്ര ശ്രമിച്ചിട്ടും മറക്കാൻ പറ്റുന്നില്ലെങ്കിൽ ആ പേഴ്സൺ നിങ്ങളുടെ ജീവിതത്തിൽ അത്യാവശ്യമായ ഒരാളാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് മറക്കാൻ പറ്റാത്തത്. അപ്പോൾ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് തെറ്റേറ്റു പറഞ്ഞ് മാപ്പ് പറഞ്ഞ് അതിലേക്ക് തിരിച്ചു പോകാൻ നോക്കുക, അല്ലെങ്കിൽ പേഴ്സണെ തിരിച്ചു വിളിക്കുക എന്നാണ് കണ്ടതിപ്പോൾ. എന്തായാലും നമുക്ക് നിങ്ങളുടെ ഓവറോൾ എനർജി ഒന്ന് നോക്കാം എന്താണ് കേട്ടോ. ഇത്രയും കാർഡ്സൊക്കെ വന്ന് എടുക്കാൻ ബുദ്ധിമുട്ടുള്ളത്. എനിക്കൊരു ഒരു കാർഡ് 2 കാർഡ് എടുത്തേക്കാണല്ലേ വന്നതല്ലേ. അപ്പോൾ ലവേഴ്സിനെ ഞാൻ നേരത്തെ കണ്ടു, അതുകൊണ്ടാണ് ഞാൻ ആ പറഞ്ഞത് അങ്ങനെ. പിന്നെ കാണുന്നത് ഡെത്താണ്. ഡെത്ത് എന്ന് പറഞ്ഞാൽ പഴയ ഓക്കെ. അപ്പോൾ നിങ്ങളിൽ തന്നെ വ്യത്യാസങ്ങൾ വരുത്തണമെന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ഒരു റിലേഷൻഷിപ്പ് സ്പോയിലായത് നമ്മളുടെ 2 പേരുടെയും, നിങ്ങളുടെയും ആ പേഴ്സണിൻ്റെയും പ്രശ്നങ്ങൾ ഉണ്ടാവാം. ഇതൊരു റിലേഷൻഷിപ്പായിട്ട് എടുക്കുന്നതെന്ന് ചിലപ്പോൾ ലവേഴ്സ് കാർഡ് കണ്ടുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഒരാൾ മാത്രം വിചാരിച്ചാൽ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല, മറ്റേ ആളും കൂടെ വിചാരിക്കണം. 2 പേരും കൂടെ വിചാരിച്ചാലേ ഹാപ്പിനെസ് ഉണ്ടാവുള്ളൂ, 2 പേരും കൂടെ വിചാരിച്ചാലേ അൺഹാപ്പിനെസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതിൽ 2 പേരും കൂടെ വിചാരിച്ചിട്ടാണ് അൺഹാപ്പിനെസ് ഉണ്ടാകുന്നത്. നിങ്ങളും ഉത്തരവാദിയാണ് ഈ പ്രശ്നത്തിന് എന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ, പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ നേരത്തെ എങ്ങനത്തെ എനർജിയിലാണോ ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്നത് ആ എനർജി നിങ്ങൾ നിർത്തിയിട്ട് പുതിയൊരു എനർജിയിലേക്ക് വരും, ഒരു പോസിറ്റീവ് എനർജിയിലേക്ക്. അങ്ങനെ ആ ഒരു കാഴ്ചപ്പാടോടെ ആ റിലേഷൻഷിപ്പ് നോക്കുക. നെഗറ്റിവിറ്റി ഉണ്ട്, പക്ഷെ നെഗറ്റിവിറ്റി എല്ലാം ഒരു 10 ക്വാളിറ്റീസ് ഉണ്ടെങ്കിൽ അതിൽ 9 പോസിറ്റീവും 1 നെഗറ്റീവും ആകുമ്പോൾ നമ്മൾ ആ നെഗറ്റീവിലല്ലല്ലോ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. 9 പോസിറ്റീവ് ക്വാളിറ്റീസ് അല്ലേ. അപ്പോൾ ആ 10ാമത്തെ നെഗറ്റീവ് ക്വാളിറ്റി നമ്മളൊന്ന് കോംപ്രമൈസ് ചെയ്തേക്കുക. അങ്ങനെയാണ് നമ്മൾ റിലേഷൻഷിപ്പിൽ വർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഡെത്ത് എന്ന് പറഞ്ഞാൽ എൻഡും ബിഗിനിങ്ങുമാണ്. അപ്പോൾ നിങ്ങളുടെ ഇപ്പോഴത്തെ ആ സിറ്റുവേഷൻ എനർജി, നിങ്ങളുടെ ഔട്ട്ലുക്ക് നിങ്ങൾ നിർത്തിയിട്ട് നിങ്ങൾ പുതിയൊരു ഔട്ട്ലുക്കിൽ ആ റിലേഷൻഷിപ്പിനെ നോക്കിക്കാണുക. അതുപോലെ തന്നെ നൈറ്റ് ഓഫ് കപ്സ് ആണ് കാണിക്കുന്നത്. നൈറ്റ് ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ വളരെ പ്ലാനിങ്ങോട് കൂടെ ഒരു റിലേഷൻഷിപ്പിന്. അപ്പം ഇത് നിങ്ങളുടെ എനർജിയാണ്. നിങ്ങൾ തിരിച്ചറിവായി നിങ്ങൾക്ക് റിലേഷൻഷിപ്പിലെ പ്രശ്നങ്ങൾ. അപ്പോൾ നിങ്ങളുടെ ഉത്തരവാദിത്വം നിങ്ങൾക്ക് മനസ്സിലായി. നിങ്ങളപ്പോൾ ഈ ഒരു ചാപ്റ്റർ ക്ലോസ് ചെയ്ത് 2ാമത് ഒരു ചാപ്റ്റർ തുറക്കാൻ വേണ്ടി ആ പേഴ്സൻ്റെ അടുത്തേക്ക് പോകണം. അപ്പോൾ ഒരു സെലിബ്രേഷൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഹെൽപ്പും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. 3 ഓഫ് കപ്സ് ആണ് കാണിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സിൻ്റെ ഹെൽപ്പും, അപ്പോൾ നിങ്ങളുടെ കമ്മ്യൂണിറ്റിയെ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുന്നു.
അപ്പോൾ നിങ്ങൾ കുറേ ഫ്രണ്ട്സുള്ള ആളായിരിക്കാം, ആ ഫ്രണ്ട്ഷിപ്പിനെ നിങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കുന്ന ഒരാളായിരിക്കാം. എന്തുകൊണ്ടാണ് ഇവിടെ ലവേഴ്സ് കാർഡ് വന്നിരിക്കുന്നത്? ഈ പേഴ്സണെ നിങ്ങൾ എന്ത് ചെയ്തിട്ട് നിങ്ങൾക്ക് മറക്കാൻ പറ്റുന്നില്ല കേട്ടോ. പ്ലാനിങ് 2 ഓഫ് സ്വേർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ഡിസിഷൻ എടുക്കുന്നത് നിങ്ങളുടെ ആ ഡിസിഷൻ നിങ്ങൾ എടുക്കാൻ പോവുകയാണ്. അത് ചിലപ്പോൾ ഒരു എർത്ത് സൈനിനെ കുറിച്ചിട്ടായിരിക്കാം, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ. ഇവിടെ ഫാദർ ഓഫ് പെൻറ്റക്കിൾസ്, കിങ് ഓഫ് പെൻറ്റക്കിൾസിനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ ഒരു എർത്ത് സൈൻ ആയിരിക്കാം, അല്ലെങ്കിൽ ബർത്ത് ചാർട്ടിൽ എർത്ത് സൈൻ സ്ട്രോങ് ആയിട്ടുള്ള ഒരാളായിരിക്കാം, വർക്കഹോളിക് ആയ ഒരാളാണ്, ഏതു നേരം ജോലി 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 എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആളാണ്. നമ്മളെപ്പോഴും ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ ജോലി 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 എന്ന് പറയുമ്പോൾ അവർ നിങ്ങൾക്കും കൂടി വേണ്ടിയിട്ടാണ് ഈ പ്രയത്നിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുക, അല്ലേ? അവർക്ക് സമയവുമില്ല, ഏതു നേരവും ജോലിയുടെ കാര്യമാണ്. മിക്കവാറും വീടുകളിൽ ഞാൻ പലരും സംസാരിക്കുന്നുണ്ട്, അമ്മമാരും ഭാര്യമാരൊക്കെ സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട്. അവനെന്താ കുഴപ്പം, അവനോട് ഇപ്പോൾ ഒരു കല്യാണം വരികയാണെങ്കിൽ നീ ഒരു 5 പവൻ കൊടുത്തേക്ക് കേട്ടോ എന്ന് പറഞ്ഞേക്കും. ഈ 5 പവൻ ഉണ്ടാക്കാൻ ഈ പേഴ്സൺ കിടന്ന് പാടുപെടുന്നത് ഇവർക്കറിയില്ല. ചിലരുടെ വിചാരം അവരുടെ ആമക്കളും പെൺമക്കളും അല്ലെങ്കിൽ ഭർത്താവും ഭാര്യയ്ക്ക് എല്ലാം ഇങ്ങനെ ഒരു മരമുണ്ട്, അതിന് നിറയെ പണമാണ്, അതിങ്ങനെ കുലുക്കി താഴെ ഇടുന്നതാണ് എന്നാണ് മിഥ്യാബോധത്തിലിരിക്കുന്ന കുറേ ആളുകളെ എനിക്കറിയാം. അപ്പോൾ ചിലപ്പോൾ മനഃപൂർവ്വം അവർ കണ്ണടച്ചിരുട്ടാക്കുന്നതാകാം, എവിടെന്നെങ്കിലും പൈസ ഉണ്ടാക്കി കൊണ്ടുവരട്ടെ എന്ന് വിചാരിക്കുന്നവരാവാം, അല്ലെങ്കിൽ ശരിക്കും അറിയില്ല അവർക്ക്, മനസ്സിലാവുക. അപ്പോൾ എന്ന് വെച്ചാൽ നിങ്ങളുടെ അടുത്ത് പൈസ ഇല്ലെന്ന് ശരിക്കും അറിയില്ല അവർക്ക് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അങ്ങനെ ചിലപ്പോൾ അപ്പോൾ ആ ഒരു നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടി ഈ പേഴ്സൺ നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും. കാരണം ചില ആണുങ്ങളും ചില പെണ്ണുങ്ങളും ഈ മക്കളും ഭാര്യ അല്ലെങ്കിൽ മക്കളും ഭർത്താവും വീട്ടുകാരും അമ്മയൊന്നും അറിയണ്ട, ഞാൻ ഈ കഷ്ടപ്പെടുന്ന കാര്യം അവരുടെ ആഗ്രഹങ്ങൾ നടക്കട്ടെ എന്ന് വിചാരിക്കുന്ന കുറേ പേരുണ്ട് നമ്മളുടെ ഇടയിൽ. അപ്പോൾ അവരെ മിക്കവാറും മിസ്യൂസ് ചെയ്യപ്പെടും, മനസ്സിലായോ? അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഈ പേഴ്സണെ കുറിച്ചും നിങ്ങളുടെ കംപ്ലൈൻറ്റ് ഏതു നേരം ജോലിയാണ്, ഞങ്ങളുടെ ആവശ്യമൊന്നുമില്ല എന്നാണ്. പക്ഷെ നിങ്ങളുടെ ആവശ്യത്തിലുള്ള പണം കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്, അത് നിങ്ങൾ കാണുന്നില്ല. ആ പണം എവിടെ നിന്ന് കൊണ്ടുവരുന്നു? മരം കുലുക്കിടുന്നല്ലോ, ബുദ്ധിമുട്ടി ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അവിടെയാണ് ഇവിടെ മിസ്റ്റേക്ക് വരുന്നത്, മനസ്സിലാവുണ്ടോ? അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ മനസ്സിലാക്കി, ആ ഒരു ഡയലോഗ്, ഈ പേഴ്സൺ ഞങ്ങൾക്ക് വേണ്ടി സമയമില്ല എന്ന് പറയുന്ന ആ ഡയലോഗ് മാറ്റുക. നിങ്ങൾ കൂടുതൽ റിലേഷൻഷിപ്പിൽ ഇൻവെസ്റ്റഡ് ആവുക. ഇവിടെ ഒരു ഹെയറോഫാനിനെ കാണുന്നുണ്ട്. ഹെയറോഫാൻ എന്ന് പറഞ്ഞാൽ ടോറസ് സോഡിയാക് സൈൻ ആണ്. ഇത് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാളാണ്, അതുപോലെ വളരെ കൺസർവേറ്റീവായി വളരെ റിലീജിയസ് ആയിട്ട് പോകുന്ന ഒരാളാണ്. ഈ റിലേഷൻഷിപ്പിൽ ഇൻവെസ്റ്റഡ് ആണ് ഈ പേഴ്സൺ കേട്ടോ. അപ്പോൾ കുറ്റപ്പെടുത്താതെ ആ പേഴ്സണിനെ ശരിക്ക് ഒന്ന് കണ്ണു തുറന്ന് കാണുക. അപ്പോൾ ഇവിടെ വേൾഡ് കാർഡ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒരു സൈക്കിൾ പ്രശ്നങ്ങളായിരുന്നു ഇവിടെ ഏരീസ് കാണിക്കുന്നുണ്ട്, ടോറസും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ വേൾഡ് കാർഡ് കാണിക്കുന്നുണ്ട്. വേൾഡ് കാർഡ് എന്ന് പറഞ്ഞാൽ ഒരു കംപ്ലീഷൻ അല്ലെങ്കിൽ ഒരു യാത്ര പോകുന്നതായിരിക്കാം. കാരണം ഇവിടെ നൈറ്റ് ഓഫ് കപ്സ് ഒരു കപ്പം പിടിച്ച് കുതിരപ്പുറത്ത് യാത്ര പുറപ്പെടുന്നുണ്ട്. കുറച്ച് ഷൈ ആയ എനർജിയാണ്, കുറച്ച് നാണം കുടുങ്ങിയ ഒരാളാണ്. ഏരീസിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. പക്ഷേ ഏരീസിന് എന്താ പ്രശ്നം? ഏരീസ് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള പേഴ്സണാലിറ്റിയാണ്. ഏരീസ് അങ്ങനെ ഷൈ അല്ല, മനസ്സിൽ വരുന്ന കാര്യം മുഖത്തടിച്ച പോലെ പറയാൻ കഴിവുള്ള ഒരു എനർജിയാണ്. അപ്പോൾ ഒരു യാത്ര ആരുടെ അടുത്തോ പോകുന്നു. ടോറസ് ചിലപ്പോൾ ഏരീസിൻ്റെ അടുത്തേക്കാണോ പോകുന്നത്, ഏരീസ് ടോറസിൻ്റെ അടുത്തേക്കാണോ പോകുന്നത്, ആരോ പോകുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈ സിറ്റുവേഷൻ മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ തെറ്റ് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടു, എന്നിട്ടൊരു സെലിബ്രേഷൻ വേണം, ഒരു വിക്ടറി വേണം ആ പേഴ്സണായിട്ട് എന്നൊരു ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ട്. ഇവിടെ ഒരു ഹെർമിറ്റിനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ മനസ്സിൽ സീക്രട്ടായിട്ട് വെച്ചേക്കുന്ന കാര്യങ്ങളാണ്. പൊതുവേ ഹെർമിറ്റ്സ് ഒരു സോൾ സെർച്ചിങ് നടത്തുന്ന ആളുകളാണ്. എന്ന് വെച്ചാൽ നമ്മളുടെ ഇത് ഹെർമിറ്റിനെ നമ്മൾ വെർഗോ എന്ന് പറഞ്ഞിട്ടാണ് കാണിക്കുന്നത്. പക്ഷേ വെർഗോയുടെ ബർത്ത് ചാർട്ടിൽ മെലിഫിക് ക്യാരക്ടർ ചീത്ത പ്ലാനറ്റ്സ് ഉണ്ടെങ്കിൽ ഈ ഒരു പോസിറ്റീവ് ക്യാരക്ടർ മിക്ക വെർഗോയിലും കാണാറില്ല. ഇതൊരു പോസിറ്റീവ് ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ സ്വയം അറിയുന്ന ഒരാളാണ്. എന്ന് വെച്ചാൽ ജ്ഞാനമുള്ള ആൾ. ജ്ഞാനം എപ്പോഴാണ് പറഞ്ഞാൽ ഞാൻ എന്നെ തന്നെ മനസ്സിലാക്കണം, തത്വമസി അത് ഞാനാകുന്നു എന്ന് പറയുന്ന പോലെ എല്ലാം ഞാൻ, പുറമേ കാണുന്നത് ഞാനാണ്, അകത്ത് കാണുന്നത് ഞാൻ, ഉള്ളിലും ഞാൻ തന്നെയാണ് എന്ന് മനസ്സിലാക്കുന്ന ആ ബോധമുള്ള ഒരാളാണ് ഈ ഹെർമിറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ വളരെ വർഷങ്ങൾക്ക് വളരെ താടിയൊക്കെ ഉള്ള ഒരാളെയാണ് കാണിക്കുക. ഇവരുടെ പിക്ചർ
അപ്പോൾ ഈ ഒരു ഹെർമിറ്റ് എന്ന് പറഞ്ഞാൽ സോൾ സെർച്ചിങ്, നമ്മളുടെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് നമ്മളുടെ ഉള്ളിലുള്ള അഴുക്കുകളെല്ലാം തിരിച്ചറിയുന്ന ഒരു എനർജിയാണ് ഹെർമിറ്റ്. മനസ്സിലായോ? അപ്പോൾ ഈ ഹെർമിറ്റ്, അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ തെറ്റുകുറ്റങ്ങൾ മനസ്സിലാക്കിയാൽ ഇവിടെ ഒരു വിക്ടറി പോസിബിൾ ആണ്, ഇവിടെ ഒരു ഹാപ്പിനെസ് പോസിബിൾ ആണെന്ന് ഓവറോൾ എനർജി പറയുന്നത്. ഇതെല്ലാം നിങ്ങൾ മനസ്സിലാക്കിയേക്കുന്ന കാര്യങ്ങളാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ തെറ്റ് മനസ്സിലാക്കേണ്ടതെന്നാണ് ഈ ഒരു എനർജി ഇവിടെ കാണിക്കുന്നത്. അതിൽ കുറ്റബോധം ഉണ്ടെന്നും കൂടിയാണ്. നിങ്ങൾ നിങ്ങളെ മനസ്സിലാക്കി. അപ്പോൾ എന്ത് ഗുഡ് ന്യൂസാണ് വരാൻ പോകുന്നത്? ആരോ പുറപ്പെട്ട് വരുന്നുണ്ട്. എന്ത് ഗുഡ് ന്യൂസാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്? നിങ്ങൾ എന്ത് ഗുഡ് ന്യൂസാണ് കാത്തിരിക്കുന്നത്? നമ്മൾ പോസിറ്റീവായിട്ട് ഹാപ്പിനെസ്, നിങ്ങളെ കാത്തിരിക്കുന്നത് സന്തോഷമാണ്, ക്ലാരിറ്റിയാണ്, ഒരു സക്സസ് ആണ്. സൺ കാർഡ് എന്ന് പറഞ്ഞാൽ ഹാപ്പിനെസ്, സക്സസ്, സന്തോഷം, ഇതെല്ലാമാണ്. അപ്പോൾ നിങ്ങൾ ഈ പുറപ്പെട്ട് പോകുന്ന കാര്യം, നിങ്ങൾ എങ്ങോട്ടാണോ പോകുന്നത് ആ കാര്യം സക്സസ്ഫുൾ ആയിട്ട് നടക്കുമെന്നാണ് പറയുന്നത്. 2 ഓഫ് പെൻറ്റക്കിൾസ്, നിങ്ങൾക്ക് തിരിച്ചറിവാകും ഏതാണ് കൂടുതൽ ഇമ്പോർട്ടൻസ്. നിങ്ങൾ കാരണം മൾട്ടി ടാസ്കിങ് ആണ് ചെയ്യുന്നത്. മൾട്ടി ടാസ്കിങ് എന്ന് പറഞ്ഞാൽ പല കാര്യങ്ങളും ഡീൽ ചെയ്യുന്ന ഒരാളാണ് നിങ്ങൾ. മനസ്സിലായോ? അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുക. ഏതാണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് എന്ന തിരിച്ചറിവ് നമുക്ക് വേണം. മനസ്സിലായോ? അത് നിങ്ങളുടെ സിറ്റുവേഷൻ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങളിപ്പോൾ ഏത് കാര്യത്തിനാണ് പ്രയോറിറ്റി കൊടുക്കുന്നത്? മനസ്സിലായോ? ഏത് കാര്യമാണ് ശരിക്കും നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത്? ആ കാര്യമാണ് നിങ്ങൾ സക്സസ്ഫുൾ ആക്കാൻ നോക്കുന്നത്. അപ്പോൾ നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യാൻ പഠിക്കും. കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയ, നിങ്ങളുടെ ജീവിതത്തിൽ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ. ഇപ്പോൾ ഗോസിപ്പ് കേൾക്കുകയാണ് നമ്മൾ ഞാൻ പറയുകയാണ്, ഇപ്പോൾ അത്യാവശ്യമായിട്ട് നമ്മളൊരു സ്ഥലത്തേക്ക് പോവാണ്. അപ്പോൾ ഒരാൾ വഴിയിൽ അയൽക്കാരൻ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഫ്രണ്ട് പിടിച്ച് നിർത്തിയിട്ട് നീ അറിഞ്ഞോ മറ്റേ കാര്യം എന്നും പറഞ്ഞിട്ട് പറയുന്നത്, ഒരു ബന്ധമില്ലാത്ത, നമ്മൾ പോകുന്നത് എന്തിനാണ്? ആ കാര്യം മറന്നിട്ട് ഒരു ബന്ധമില്ലാതെ ആ പേഴ്സൺ പറയുന്ന കാര്യങ്ങൾ നമ്മൾ മുഴുവൻ കേട്ടിട്ട് നമ്മൾ അവിടെ നിൽക്കുക. ആ സമയം മുഴുവൻ വേസ്റ്റ് ചെയ്യണം അവിടെ നിന്നിട്ട്. അത് കഴിഞ്ഞാൽ കഥയെല്ലാം കേട്ട് കഴിയുമ്പോഴാണ് അയ്യോ ഞാൻ എന്തോ ഒരു കാര്യത്തിന് ഇറങ്ങിയതാണല്ലോ എന്ന് പറയും. അപ്പോഴേക്കും ആ കാര്യവും മറന്നുപോയി. പിന്നെ അവിടെ കുത്തിയിരുന്ന് ആലോചിച്ച് കഴിയുമ്പോഴാണ് ഞാൻ ഇന്ന കാര്യത്തിനാണ് പോകുന്നത്. മനസ്സിലായി? അപ്പം ചെല്ലുമ്പോഴേക്കും ചിലപ്പോൾ ആ സ്ഥലം അടച്ചു പോയിട്ടുണ്ടാവാം, ടൈം കഴിഞ്ഞു പോയിട്ടുണ്ടാവാം. ഇങ്ങനെയൊക്കെ നമുക്ക് പലർക്കും പറ്റും. അത് നമ്മൾ പ്രയോറിറ്റൈസ്, നമ്മൾ എന്ത് ഉദ്ദേശത്തിലാണ് ഇറങ്ങിത്തിരിക്കുന്നത് അത് പ്രയോറിറ്റിയാണ് നമ്മളുടെ. ബാക്കി കാര്യങ്ങൾ പിന്നെയും നമുക്ക് നടക്കും. ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് ഒരു മാപ്പ് പറച്ചിലൊക്കെ ഉണ്ടാവാൻ വഴിയുണ്ട്. നൈറ്റ് ഓഫ് കപ്സ് ആണ് പോകുന്നത്. ഒരു അപ്പോളജി വരാനൊക്കെ വഴിയുണ്ട്. അപ്പോൾ നിങ്ങളായിരിക്കും ചിലപ്പോൾ അപ്പോളജൈസ് ചെയ്യേണ്ടത്. എന്തായാലും ഒരു ഹാപ്പിനെസ് വരാൻ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ പ്രയോറിറ്റൈസ് ചെയ്യാനും മറ്റുള്ളവർ പറയുന്നതിൽ അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാതെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. നമ്മളുടെ അച്ഛനും അമ്മയും ചിലപ്പോൾ നമ്മളുടെ നല്ലതിന് വേണ്ടിയിട്ടായിരിക്കും നമ്മളുടെ കൂടെയുള്ള ആളെക്കുറിച്ച് നെഗറ്റീവ് പറയുന്നത്, മകളല്ലേ മകനല്ലേ എന്ന് ഉദ്ദേശിച്ച്. പക്ഷേ അതാണോ ശരിക്കും? അവരല്ലല്ലോ ആ പേഴ്സണിൻ്റെ കൂടെ താമസിക്കുക, നിങ്ങളല്ലേ. നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക കേട്ടോ. അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, ക്യാൻസർ, പൈസസ്, സ്കോർപിയോ, ലിയോ, വെർഗോ, Aries, Leo, Sagittarius, Aries, Taurus, Leo, Aquarius, Scorpio, Taurus, Virgo, Capricorn, Taurus, Virgo, Capricorn, Aquarius, Libra, Gemini, Cancer, Pisces, Scorpio, Cancer, Pisces, Scorpio, Scorpio, Gemini. ഇത്രയുമാണ് സോഡിയാക് സയൻസ് ഇവിടെ കണ്ടത് കേട്ടോ. അപ്പോൾ ഇതാണ് ഗ്രീൻ സെലക്ട് ചെയ്തൊരു റീഡിങ്. ഇനി ഞാൻ പോകാൻ പോകുന്നത് യെല്ലോ സെലക്ട് ചെയ്തൊരു റീഡിങ്ങിലേക്കാണ്. ലാസ്റ്റ് റീഡിംഗ് ആണ്. അപ്പോൾ യെല്ലോ സെലക്ട് ചെയ്തവർക്കുള്ള ഓവറോൾ എനർജി എന്താണെന്ന് നമുക്ക് നോക്കാം. ആദിയോഗി, എംബാർക്കിംഗ് ഓൺ ദ പാത്ത് ഓഫ് യോഗ. യോഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ മനസ്സിന് സന്തോഷം കൊടുക്കുന്ന ഒരു കാര്യം, നമ്മളെ ഹെൽത്തി ആയിട്ട് വെക്കുന്ന ഒരു പോസിറ്റീവ് ഔട്ട്ലുക്ക് ആയിട്ടാണ് യോഗയെ കണക്കാക്കുന്നത്. ശിവനാണ് ആദിയോഗി, ശിവനാണെന്നാണ് പറയുന്നത്.
ഫിസിക്കൽ, മെൻ്റൽ, സ്പിരിച്വൽ വെൽബീയിങ്ങിനാണ് യോഗ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ യോഗ എടുക്കണം എന്നില്ല. ചിലർക്ക് മീൻസ് എന്താ പറയുക, യോഗ എന്ന് പറയുമ്പോൾ നമ്മളൊരു ഹിന്ദുയിസമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. മനസ്സിലായി? ഹിന്ദുസ് എന്ന് പറഞ്ഞാൽ നേച്ചർ വേർഷിപ്പേഴ്സാണ്. എല്ലാ കാര്യങ്ങളെയും വേർഷിപ്പ് ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇതിലാണ് യോഗ വരുന്നത്. യോഗ നേച്ചറിനോട് കണക്റ്റഡ് ആണ്. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ടാണ് ഇതൊരു ഹിന്ദുയിസമായിട്ട് കണക്ട് ചെയ്യുന്നത്. ഇനിയിപ്പോൾ മറ്റുള്ളവർക്ക് യോഗ എന്ന് പറഞ്ഞ കോൺസെപ്റ്റിനെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ കുറച്ച് ഡിസിപ്ലിൻഡ് ആവണം എന്നേ ഉള്ളൂ. ഭക്ഷണത്തിൽ ശ്രദ്ധിക്കുക, പിന്നെ എക്സസൈസ് കറക്റ്റായിട്ട് ചെയ്യുക, അതൊക്കെയാണ്. പിന്നെ നല്ല കാര്യങ്ങൾ ചിന്തിക്കുക, നല്ല കാര്യങ്ങൾ കേൾക്കുക, സംസർഗം, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം നിങ്ങളൊരു പോസിറ്റീവ് ഔട്ട്ലുക്കിലേക്ക് ജീവിതത്തിനെ കൊണ്ടുപോകണം. അത് നിങ്ങൾ യോഗ എടുത്തിട്ട് മെഡിറ്റേഷനൊക്കെ ചെയ്തിട്ട് വേണോ, അതല്ലാതെ നിങ്ങൾക്ക് വേറെ വല്ല വഴികളുണ്ടെങ്കിൽ അതിൽ കൂടെ. നമ്മളുടെ ഉദ്ദേശം എന്താണ്? നമ്മളുടെ ജീവിതം ഇമ്പ്രൂവ് ചെയ്യുക, നമ്മളുടെ ബോഡിയുടെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുക, ഇതാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങളുടെ ഓവറോൾ എനർജി എന്താണെന്നാണ് 5-6 കാർഡ് വീഴും. കഴിഞ്ഞ പ്രാവശ്യം 2 പ്രാവശ്യം വീഴും. പക്ഷേ നമ്മൾ ഗുഡ് ന്യൂസ് എന്താണെന്ന് കേൾക്കുമ്പോൾ ഒരു കാർഡ് വീഴുന്നുള്ളൂ. അതൊരു വല്ലാത്തൊരു ഇതായിട്ട് എനിക്ക് മീൻസ് അതൊരു അതിശയമായിട്ട് തോന്നുന്നുണ്ട്. എന്താണാവും ഇങ്ങനെ വരുന്നത് അറിയില്ല, എന്തായാലും ആവട്ടെ. അപ്പോൾ നിങ്ങളുടെ ഇപ്പോഴത്തെ ഓവറോൾ എനർജി എന്താണ്? നിങ്ങളുടെ ഇപ്പോഴത്തെ ഓവറോൾ എനർജി എന്താണ്? നിങ്ങളുടെ ഇവിടെ കാർഡ്സ് വന്നിരിക്കുന്നത് ഈസ് ഓഫ് കപ്സ് എന്ന ഒരു ബ്രാൻഡ് ന്യൂ ലവ് ഓഫറാണ്. നിങ്ങൾ ആർക്കും ഒരു ഓഫർ കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ലവ്. ഇവിടെ ജസ്റ്റിസ് കാർഡ് കാണിക്കുന്നുണ്ട്. ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് വിതയ്ക്കുന്നത് അത് കൊയ്യും എന്നാണ് അർത്ഥം, ജനറൽ ഒരു ഇത് വരുന്നത്. പിന്നെ ക്വീൻ ഓഫ് സ്വേർഡ്സ് എന്ന് പറഞ്ഞാൽ ഇവർ ഭയങ്കര ക്ലാരിറ്റിയോടുകൂടെ കാര്യം കാണുന്നവരാണ്. എന്ന് വെച്ചാൽ തല കൊണ്ട് ചിന്തിക്കുന്നവരാണ്, മനസ്സുകൊണ്ടല്ല. ഹാർട്ട് കൊണ്ട് ചിന്തിക്കുന്നവർ ഇമോഷണൽ ആയിരിക്കും. അപ്പോൾ അവരുടെ ഇമോഷൻസ് എന്താണ് അവർ കാണുന്നത് അതിനെ എഫക്റ്റ് ചെയ്യും. ഇവർ വളരെ പ്രാക്ടിക്കലും ലോജിക്കലുമായിട്ട് ചിന്തിക്കുന്ന ഒരാളാണ്. അപ്പോൾ അത്ര ഭയങ്കര സ്ട്രോങ് ആയൊരു പേഴ്സണാലിറ്റിയാണ്. ഇമോഷൻസിൽ അങ്ങനെ വീഴാത്ത ഒരു ക്യാരക്ടറാണെന്നാണ് പറയുന്നത് കേട്ടോ. ഇവർ ഒരു ജഡ്ജ്മെൻറ്റ് പാസ് ചെയ്യുമ്പോൾ ഇവിടെ ക്വീൻ ഓഫ് സ്വേർഡ്സും ജഡ്ജ്മെൻറ്റ് ചെയ്യുന്ന ആളാണ്, ജസ്റ്റിസും അതെ. അപ്പോൾ ഇവർ ഒരാളെക്കുറിച്ച് ഒരു അഭിപ്രായം പറഞ്ഞാൽ വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള അഭിപ്രായമായിരിക്കും. മനസ്സിലായോ? എന്ന് വെച്ചാൽ ഇങ്ങനെ അവിടെ ഇവിടെയും തൊടാതെയുള്ള സംസാരമല്ല. നിങ്ങൾക്കൊരു ആരെങ്കിലും പോസിറ്റീവായിട്ടുള്ള കറക്റ്റായിട്ടുള്ള ഒരു കാര്യം അറിയണമെങ്കിൽ നിങ്ങൾ ക്വീൻ ഓഫ് സ്വേർഡ്സിനോട് ചോദിച്ചാൽ മതി. അവർ കറക്റ്റായിട്ട് കാര്യം പറയും. നിങ്ങൾക്ക് ഹേർട്ടാവോ മറ്റവർ ഹേർട്ടാവോ ഇതൊന്നും ഇവരെ ബാധിക്കുന്നതല്ല. അങ്ങനത്തെ വളരെ ഡയറക്റ്റായിട്ട് സംസാരിക്കും. ചിലപ്പോൾ റൂഡായിട്ടും വളരെ വേദനിപ്പിക്കുന്നതായിട്ടും ഒക്കെ തോന്നാൻ വഴിയില്ല ആളുകൾക്ക്. പക്ഷെ കാര്യമായിട്ട് തന്നെ പറയുന്ന ഒരു ക്യാരക്ടറാണിത്. പിന്നെ ഇവിടെ കിങ് ഓഫ് പെൻറ്റക്കിൾസ് ആണ് കാണിക്കുന്നത്. കിങ് ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറഞ്ഞാൽ വെൽത്ത്, ഒരു വർക്കഹോളിക് ആണ് ഈ പേഴ്സൺ. പിന്നെ അതുപോലെ തന്നെ ലക്സുറി ഇഷ്ടപ്പെടുന്ന ഒരാളാണ് കേട്ടോ. എബണ്ടൻ്റ് ആണ്, അത് ജനറസുമാണ്. സമ്പാദിക്കുന്നത് മറ്റുള്ളവരുമായിട്ട് സ്നേഹിക്കുന്നവരുമായിട്ട് ഷെയർ ചെയ്യാൻ ഒരു മടിയില്ലാത്ത ആളാണ്. അപ്പോൾ ഇവർ തമ്മിലാണോ ഒരു ലവ് ഓഫർ വരുന്നത്? നിങ്ങളുടെ ഓവറോൾ എനർജി ഇതാണ് കാണിക്കുന്നത്. അപ്പോൾ ജസ്റ്റിസ് ഇതൊരു ഡിവോഴ്സ് കഴിഞ്ഞവരാണോ, ഡിവോഴ്സിനോട് അടുത്തുകൊണ്ടിരിക്കുന്നവരാണോ? അപ്പോൾ രണ്ടാമത് ആരോ ഒരാൾ രണ്ടാമത് ലവ് ഓഫർ കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇത് ഡിവോഴ്സിലേക്ക് പോകരുത് എന്നാഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഡിസിപ്ലിൻ ഇവിടെ വരുന്നുണ്ട്. ഒരാൾ വർക്കഹോളിക് ആണ്, ഒരാൾ നാക്ക് ഭയങ്കരമാണ്. അപ്പോൾ ഇവർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാം. അങ്ങനെ ഒരു ഡിവോഴ്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണോ, ഒരു സെപ്പറേഷനിൽ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ 2 പേരുടെ കയ്യിലും തെറ്റുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ഡിസിപ്ലിൻ വേണം ലൈഫിൽ എന്ന് പറയുന്നത്. മനസ്സിലായി? ഡിസിപ്ലിൻഡ് ആവുമ്പോൾ നമ്മൾ വായി തോന്നുന്നു വിളിച്ചു പറയില്ല. മറ്റേ ആൾക്ക് ഹേർട്ടാവും എന്ന് ചിന്തിക്കും. എന്നുവെച്ചാൽ ഇപ്പോൾ എനിക്ക്
ഒരു ചിലർ ശുദ്ധഗതിയാകുമ്പോഴത്തേക്കും ഇതിൻ്റെ കോൺസിക്വൻസസ് എന്താണെന്ന് മനസ്സിലാക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന വാക്കുകൾ നമ്മൾ ഒരാളെ വേദനിപ്പിക്കുമ്പോൾ അതിൻ്റെ കോൺസിക്വൻസസ് എന്താണെന്ന് നമുക്ക് മനസ്സിലാവില്ല. ചിലർ അറിഞ്ഞുകൊണ്ട് വേദനിപ്പിക്കും, അത് സാഡിസമാണ്. അത് മറ്റേയാൾ ഞാൻ എന്തൊക്കെ ചെയ്താലും മറ്റേയാൾ പോവില്ല എന്നൊരു കോൺഫിഡൻസ് ഉള്ളപ്പോൾ നമ്മൾ മറ്റേയാളെ ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യും, ഈഗോ. മനസ്സിലാകണ്ടോ? അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ട് ഇവിടെ. ഒരാൾ ജോലിയിൽ ഇവരുടെ ചിലപ്പോൾ ക്യാരക്ടർ കൊണ്ടായിരിക്കും ഒരാൾ ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് വരുന്നേ ഇല്ല. ചരം കിട്ടിക്കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ രണ്ടുപേരിലും പ്രശ്നമുണ്ട്. സംസാരിച്ച് തീർക്കാതെ ഈ പേഴ്സൺ ഒഴിഞ്ഞു മാറുകയാണ്. ഇവരാണെങ്കിൽ സംസാരം കൂടുതലാണ്. അങ്ങനത്തെ ഒരു എനർജി. ഇപ്പം നിങ്ങളുടെ ലൈഫിൽ ആരാണ് ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ? ഓക്കെ, എയ്സ് ഓഫ് കപ്സിന് ക്ലാരിഫൈ ചെയ്യുന്നത് ഹൈ പ്രീസ്റ്റസ് ആണ്. ഹൈ പ്രീസ്റ്റസ് എന്ന് പറഞ്ഞാൽ ഹൈ പ്രീസ്റ്റസും ഡെവിൾ എനർജിയുമാണ്. അടിപൊളി. അപ്പോൾ ഈ ഹൈ പ്രീസ്റ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഉള്ളിലുള്ള നമ്മളുടെ പവർ, മനസ്സിലായി, നമ്മളുടെ പവർ നമ്മൾ മനസ്സിലാക്കുന്നതിനെയാണ് അത് നമുക്ക് കോൺഫിഡൻസ് തരും. ഓക്കെ, എനിക്കിതൊക്കെ ചെയ്യാൻ പറ്റും എന്നൊരു കോൺഫിഡൻസ്. അപ്പം നമ്മൾ ധൈര്യമായിട്ട് മുമ്പോട്ട് ഇറങ്ങും. ആ നമ്മളുടെ പവർ നമ്മൾ മനസ്സിലാകാതിരിക്കുമ്പോഴോ അത് ഇൻസെക്യൂരിറ്റി ആയിട്ട് മാറും. അപ്പോൾ ഇവിടെ ഒരു ഇൻസെക്യൂർ ആയിട്ടുള്ള ഒരാളുണ്ട്. കാരണം ഈ പേഴ്സണിൻ്റെ കഴിവ്, ഈ പേഴ്സണിന് കോൺഫിഡൻസ് ഇല്ല. അപ്പോൾ ഒരു ഇൻസെക്യൂരിറ്റി അവിടെ വന്നു. ഡെവിൾ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീക്ക്നെസ് മാക്സിമം, മറ്റുള്ളവരുടെ വീക്ക്നെസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്ന ഒരു എനർജിയാണ് ഡെവിൾ എനർജി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളുടെ വീക്ക്നെസ് മറ്റുള്ളവരോട് പറയാതിരിക്കുക. മനസ്സിലാവുക? കാരണം ആരൊക്കെ നമ്മളുടെ വീക്ക്നെസ് അത് എന്താ പറയുക, ഈ മോട്ടിവേഷണൽ ഇതിലും പിന്നെ നല്ല വിവരമുള്ള പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ അവരുടെയൊക്കെ അതുപോലെ ചാണക്യനീതി ഇതിലൊക്കെ പറയും പല കാര്യങ്ങൾ, കോട്ട്സ് ഉണ്ട് അവരുടെ. അതൊക്കെ നിങ്ങൾ കാണുന്നത് നല്ലതാണ്. അപ്പോൾ എന്ത് പറയാം, എന്ത് പറയാതിരിക്കണം, ഇതൊക്കെ പറഞ്ഞു തരുന്നത് അവർ പറയുന്നത് അവരുടെ എക്സ്പീരിയൻസ് എന്നാണ്. അവർക്കറിയാം, അവർ പറയുന്നത് ശരിയാണ്, ഞാൻ കേൾക്കാറുണ്ട് ഇതൊക്കെ. അപ്പോൾ അവർ പറയുന്നത് കുറേയൊക്കെ പോസിറ്റീവ് ആണെന്ന് എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ അതിലൊരു കാര്യമാണ് ഈ ഡെവിൾ എനർജി എന്ന് പറഞ്ഞാൽ. ഡെവിൾ നമ്മളുടെ വീക്ക്നെസ് മിസ്യൂസ് ചെയ്തിട്ട് നമ്മളെ കൂടെ തെറ്റിയിരിക്കുന്ന ഒരാളാണ്. അതാണ് ചെകുത്താൻ. ബൈബിളിലൊക്കെ അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ ഈ ഒരു ക്യാരക്ടർ ഒരാൾ വീക്കും മറ്റേയാൾ അയാളുടെ വീക്ക്നെസ്സിനെ മുതലെടുക്കുന്നതാണ്. ഇതിൽ ഏതാണ് ഡെവിൾ എനർജി, ഏതാണ് വീക്ക് ഇൻസെക്യൂർ ആൾ എന്ന് എനിക്കറിയില്ല. എന്തായാലും അവർ തമ്മിലൊരു സ്നേഹം, അതാണ് നിങ്ങളുടെ ഓവറോൾ എനർജി കാണിക്കുന്നത്. ഇനി ജസ്റ്റിസ് എന്താണെന്ന് നോക്കാം. ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്നത് നമുക്ക് തിരിച്ചു കിട്ടും എന്നാണ് പറയുന്നത്. അത് എവിടെയും കറങ്ങിത്തിരിഞ്ഞ് പോയാലും തിരിച്ച് നമ്മളുടെ അടുത്ത് തന്നെ വരും, നമ്മളുടെ ചെയ്തികൾ. അപ്പോൾ ഏറീസിനാണ് കാണിക്കുന്നത്. ലീബ്ര, ഏറീസ്, ജഡ്ജ്മെൻറ്റ്. യെസ്, ജഡ്ജ്മെൻറ്റും ജസ്റ്റിസും ഏകദേശം ഒരേപോലെ തന്നെയാണ്. ഇവിടെ രണ്ട് കാര്യങ്ങളും ഒരു കറങ്ങിത്തിരിഞ്ഞ് വരലാണ്. ജഡ്ജ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ ചില സമയത്ത് പ്രിറ്റൻഡ് ചെയ്യും. എന്നുവെച്ചാൽ നമ്മൾ ഒരാളെ ജഡ്ജ് ചെയ്യണമെങ്കിൽ നമ്മൾ പെർഫെക്റ്റ് ആയിരിക്കണം, അല്ലേ? അത് നമ്മൾക്ക് എത്ര പേർക്ക് അറിയാം. അതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞത് തെറ്റ് ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന്. മനസ്സിലാവുണ്ടോ? അത് വലിയൊരു കാര്യമാണ് യേശുക്രിസ്തു പറഞ്ഞത്, തെറ്റ് ചെയ്യാത്തവർ കല്ലെറിയട്ടെ. നമ്മളെപ്പോഴും കല്ലെറിഞ്ഞുകൊണ്ടിരിക്കും, നമ്മളുടെ വാക്കുകൾ കൊണ്ടും ശരിക്കും കല്ലെറിയുന്നവരുണ്ട്. ഓരോ വീഡിയോസ് കാണുമ്പോൾ നമ്മൾ ഓടി വന്ന് അതിനിടയിൽ യൂട്യൂബിൽ വീഡിയോസ് കാണും, ഫേസ്ബുക്കിൽ വീഡിയോസ് കാണുമ്പോൾ അതിനിടയിൽ കമൻ്റ് ഇടും. ഓ എന്താ അവരെ ചീത്ത വിളിച്ചിട്ടുള്ള കമൻ്റാണ്. മനസ്സിലാവണം? നമ്മൾക്ക് അതൊരു റിലീഫാണ്, അത് വേറെ കാര്യം. അതൊരു കത്താർസിസ് പോലെയാണ്, അത് വേറെ കാര്യം. പക്ഷെ എന്നാലും നമ്മൾ എത്ര പേര് ചിന്തിക്കും നമ്മളൊരു കമൻ്റ് ഇടാമോ, ഇത് തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ടാവില്ലേ എന്ന് ചിന്തിക്കുന്ന വളരെ കുറച്ച് പേരുള്ളൂ. അപ്പോൾ നമ്മളെല്ലാവരും തെറ്റുകാരാണ്. അപ്പോൾ ഇവിടെ അതുപോലെ ഒരാളെ എപ്പോഴും ജഡ്ജ് ചെയ്യുന്ന ഒരാളിവിടെ ഉണ്ട്. അയാൾ എന്ത് ചെയ്താലും ആ പേഴ്സൺ ജഡ്ജ് ചെയ്യും. മനസ്സിലാവണ്ടോ? അപ്പോൾ ഭയങ്കര അതോറിറ്റേറ്റീവായ ആ പേഴ്സൻ്റെ കൺട്രോളിൽ മറ്റേയാൾ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന, ഒട്ടും ഫെയർ ആയിട്ട് പ്രവർത്തിക്കാത്ത ഒരാൾ. ഫെയർ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിനൊരു നീതി വേണമെന്ന് പറയും പണ്ടത്തെ ആളുകൾ. എന്ത് കാര്യമാണെങ്കിലും അതിനൊരു നീതി വേണം. അതില്ലാതെ പ്രവർത്തിക്കുന്ന ഒരു എനർജി ഇവിടെ ഉണ്ട്. രണ്ട് പേരിൽ ഒരാൾ അങ്ങനത്തെയാണ്. ചിലപ്പോൾ രണ്ട് പേരിലും ഈ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടാവും. ഒരാളിൽ ഒരു ക്യാരക്ടറും മറ്റേയാളിൽ വേറെ ക്യാരക്ടറും, ഈ പറയുന്ന ക്യാരക്ടേഴ്സ്. ഇനി ക്വീൻ ഓഫ് സ്വേർഡ്സ് എന്താണെന്ന് നോക്കട്ടെ. ക്വീൻ ഓഫ് സ്വേർഡ്സ് മൂവിങ് ഓൺ, 6 ഓഫ് സ്വേർഡ്സും പിന്നെ ഹെർമിറ്റും. ഓക്കെ, ഈ പേഴ്സൺ
ശരിക്കും പറഞ്ഞാൽ ഒരു ഹെർമിറ്റ് എന്ന് പറഞ്ഞാൽ സോൾ സെർച്ചിങ് എന്നാണ് പറയുന്നത്. നമ്മൾ അറിയണം എന്ന് പറയുന്നത്, മനസ്സിലായോ? അങ്ങനെ ഒരു അറിവ് ഈ ഒരു ക്വീൻ ഓഫ് സ്വേർഡ്സിന് കിട്ടിയാൽ മാത്രമേ ഈ റിലേഷൻഷിപ്പിന് ഒരു ഫ്യൂച്ചർ ഉള്ളൂ, പോസിറ്റീവ് ഫ്യൂച്ചർ ഉള്ളൂ. അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് ഇങ്ങനെ തന്നെ പോകും. നിങ്ങൾ രണ്ടുപേരും ഈ ഒരു രണ്ട് എനർജീസ് ഡിവോഴ്സ് ചെയ്യാൻ റെഡി അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് ഇങ്ങനെ തന്നെ പോകും. ഇതിലൊരു വ്യത്യാസം ഉണ്ടാവില്ല. രണ്ടുപേരിൽ നിന്നും ഒളിച്ച് കളിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഒരാൾ സോൾ സെർച്ച് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ രണ്ടുപേരും സോൾ സെർച്ച് ചെയ്യാനായിട്ട് റെഡി ആണെങ്കിൽ ഈ ജഡ്ജ്മെൻറ്റ് ഉണ്ടാവില്ല അവിടെ. കാരണം നമ്മളും തെറ്റുകാരാണെന്ന് മനസ്സിലാവും. നമ്മൾ ഏത് നേരവും ഒരാളെ നാഗ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അയാൾ നമ്മളിൽ നിന്ന് ഓടിപ്പോകും, മനസ്സിലായി? എല്ലാവർക്കും അവരുടെ സ്പേസ് വേണം. നമ്മൾ അവരുടെ സ്പേസിൽ കടന്ന് കയറുമ്പോഴും അവരെ കുറ്റപ്പെടുത്തുമ്പോഴും അവരെ പിടിച്ചു വെക്കാൻ നോക്കുമ്പോഴാണ് കുതറി ഓടുന്നത് ഇവർ, മനസ്സിലാവും? അതല്ല, എല്ലാവർക്കും ഫ്രീഡം വേണം. അപ്പോൾ എല്ലാവർക്കും നിങ്ങളുടെ ജീവിതത്തിലുള്ള നിങ്ങളുടെ മക്കളാണെങ്കിലും ഇപ്പോൾ ചില കോമഡി സീരിയൽ കാണിക്കും. ഞാനാണെങ്കിൽ ഭയങ്കര ഫ്രീഡം കൊടുക്കുന്ന ആളാണ്. അപ്പോൾ പക്ഷികളെ പോലെയാണ് ഭാര്യമാർ, ഒരു കോമഡി ഞാൻ പറയാം. അപ്പോൾ അതിനകത്ത് ഞാൻ ഫ്രീഡം കൊടുത്തു അവൾക്ക്. അപ്പോൾ അവൾ വന്നിട്ട് ഫ്രീഡം കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് അവൾ അവിടെ പോയി, അവൾ പറന്നുപോയി വേറെ കൊടുക്കുന്നത്. അത്രയും ഫ്രീഡം കൊടുക്കണ്ട. എന്നാലും ഒരാൾക്ക് ആവശ്യമായ ഫ്രീഡം ഉണ്ട്, അത് കൊടുക്കുക കേട്ടോ. അങ്ങേ അറ്റത്തേക്ക് ഫ്രീഡം കൊടുക്കണ്ട. ഒരു മാരേജാണ്, അപ്പോൾ അതിനൊരു അണ്ടർസ്റ്റാൻഡിങ് വേണം, ഒരു എഗ്രിമെൻ്റ് ഉണ്ട്. അതിനുള്ളിലൊരു സ്പേസ് കൊടുക്കുക, ഫ്രീഡം കൊടുക്കുക. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അമിതമായാലെല്ലാം വിഷമാണ്. അപ്പോൾ ഹെർമിറ്റ്, അപ്പോൾ ഒരു സോൾ സെർച്ചിങ് നടത്തണം. ഇത് നിങ്ങളുടെ എനർജിയിൽ ഈ രണ്ടുപേരും വന്നത് എങ്ങനെയാണ്? ഞാൻ ഒരാളുടെ എനർജിയാണ് നോക്കിയത്, പക്ഷേ ഇതൊരു റിലേഷൻഷിപ്പിൻ്റെ എനർജിയാണ് ഈ കാണിക്കുന്നത്. ഇനി കിങ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ അത് കാണട്ടെ. കിങ് ഓഫ് പെൻറ്റക്കിൾസ് സംടൈംസ് വെർഗോ ആണ്. നോക്കട്ടെ, സ്ട്രെങ്ത് കാർഡ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ പേടി, നമ്മളുടെ ഭയം, നമ്മളുടെ ഭാവി നിശ്ചയിക്കരുത് എന്നാണ് പറയുന്നത്. നമ്മൾക്ക് എന്തോ ഒരു സിറ്റുവേഷനിൽ ഭയമുണ്ട്. നിങ്ങൾ എന്തിനാണ് ഇവരിൽ നിന്ന് ഒളിച്ചോടുന്നത്? നിങ്ങൾ എന്തുകൊണ്ട് ഇവരെ ഫേസ് ചെയ്തു? നിങ്ങൾ എന്തുകൊണ്ട് ഫേസ് ചെയ്യുന്നതെന്ന് നിങ്ങളോട് ചോദിച്ചാൽ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണോട് ചോദിച്ചാൽ അവർ പറയും, എനിക്ക് വഴക്കിടുന്നത് ഇഷ്ടമല്ല, ഒച്ചവും ബഹളവും എനിക്കിഷ്ടമല്ല, ഈ പേഴ്സണെ എനിക്ക് പേടിയാണ്. ഒരു മദർ ഓഫ് വാൺസ് ഉണ്ട്. മദർ ഓഫ് വാൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർപ്പത്തിൻ്റെ സ്വഭാവമുള്ള ഒരു ഇതാണ്. തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് ഇവിടെ. അപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ് നിങ്ങളെ ഇതിൽ നിന്ന് ഒളിച്ചോടാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. കാരണം നിങ്ങൾക്ക് ഇവരില്ലെങ്കിൽ വേറൊരാളുണ്ട്, മനസ്സിലായോ? ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഈ പേഴ്സണെ സ്റ്റെപ്പിനെയായിട്ടാണ് വെച്ചേക്കുന്നത്. കാരണം ഇവിടെ പ്രശ്നം ഉണ്ടാകുമ്പോൾ ഓടി നിങ്ങൾ ഇവിടെ അടുത്തേക്ക് വരും. ഇതാണ് ഇവിടെ കാണിക്കുന്നത്, മനസ്സിലാവുണ്ടോ? അപ്പോൾ ഈ ഒരു ഭയം, ഇത് നിങ്ങളുടെ പേഴ്സൺ കണ്ടുപിടിക്കുമെന്നൊരു ഭയം ഉണ്ട് നിങ്ങൾക്ക്. അതല്ലെങ്കിൽ ഇവിടെ ഇതിങ്ങനെ പോട്ടെ, ഇവരുടെ കാര്യങ്ങളൊക്കെ ഞാൻ സാധിച്ചു കൊടുക്കുന്നുണ്ട്, ഒരു തേർഡ് പാർട്ടി എനിക്ക് ഉണ്ടായാലും കുറച്ച് മനസ്സമാധാനം എനിക്ക് കിട്ടിയാൽ എന്താ കുഴപ്പം എന്ന് ചിന്തിക്കുന്ന ഒരാളാണ്. അതൊരു ഭയം കൂടിയാണ്. കാരണം കറണ്ട് പാർട്ട്ണർ അതിനെക്കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും അല്ല പ്രശ്നം. ചിലപ്പോൾ ഓൾറെഡി അവർക്ക് അറിയാമായിരിക്കാം. അതുകൊണ്ടായിരിക്കാം ഇവിടെ പ്രശ്നങ്ങൾ കാണിച്ചത്, ജസ്റ്റിസ് കാണിച്ചത്. ഒരു ഇല്ലീഗൽ സിറ്റുവേഷൻ ഇവിടെ നടക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്ത് സന്തോഷമാണ് നിങ്ങളുടെ ലൈഫിലേക്ക്, നിങ്ങൾ എന്ത് ഗുഡ് ന്യൂസാണ് കേൾക്കാൻ പോകുന്നത്? ഹാപ്പിനെസ് ആണ്, അടിപൊളി ഹാപ്പിനെസ് ആണ് കാണുന്നത് നിങ്ങൾ. ഓക്കെ, ഈ ഹാപ്പിനെസ് എന്താണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നത്? അപ്പോൾ പൈസയുണ്ട്, പ്രതാപമുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷെ സന്തോഷമില്ല നിങ്ങളുടെ ലൈഫിൽ, അല്ലേ? അപ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് സന്തോഷം വരാൻ പോകുന്നത് എന്തുകൊണ്ടാണ്? ഈ ക്വീൻ ഓഫ് സ്വേർഡ്സ് ഒരു സോൾ സെർച്ചിങ് നടത്താൻ പോകുന്നുണ്ട്. എന്നിട്ട് അവർക്കൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ ഈ തേർഡ് പാർട്ടി എന്ത് ചെയ്യും? അത് നിങ്ങളുടെ ലൈഫിലുള്ളതാണ്. അപ്പോൾ തേർഡ് പാർട്ടി നിങ്ങൾ മിക്കവാറും ഒഴിവാക്കും, മനസ്സിലായോ? അപ്പോൾ ഈ ഒരു ക്വീൻ ഓഫ് സ്വേർഡ്സ് ഒരു തീരുമാനമെടുക്കാം. അവരുടെ തെറ്റുകൾ അവർ മനസ്സിലാക്കുന്നത് കുറച്ചും കൂടി ഡിസിപ്ലിൻഡ് ആയിക്കഴിഞ്ഞാൽ അവരുടെ ലൈഫിൽ വ്യത്യാസം വരും. അപ്പോൾ ഈ 10 ഓഫ് സ്വേർഡ്സ് എന്ന് പറഞ്ഞാൽ വലിയൊരു സിറ്റുവേഷൻ അവസാനിക്കാൻ, ഒരു പ്രശ്നം അവസാനിക്കാൻ പോവുകയാണ്. ക്വീൻ ഓഫ് സ്വേർഡ്സ് ആണ് ഈ വാളും കൊണ്ടിരിക്കുന്ന ആൾ. അപ്പോൾ ഈ ക്വീൻ ഓഫ് സ്വേർഡ്സിന് നിങ്ങളുടെ തേർഡ് പാർട്ടിയെക്കുറിച്ച് അറിയാം. പക്ഷേ ഇവർ റിലേഷൻഷിപ്പ് ഒഴിവാക്കാതെ റിലേഷൻഷിപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യാനാണ് ആഗ്രഹിക്കുക. അപ്പം ഇവരിരുന്ന് ചിന്തിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് നിങ്ങളുടെ ലൈഫിൽ ഒരു തേർഡ് പാർട്ടി വന്നതെന്ന്. മനസ്സിലായി? വളരെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന ഒരാളാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ എന്തുകൊണ്ട് അവർ അനലൈസ് ചെയ്തു, എന്തുകൊണ്ടാണ് ഭർത്താവിൻ്റെ അല്ലെങ്കിൽ ഭാര്യയുടെ ലൈഫിൽ
ഇങ്ങനൊരു വേറൊരാൾ കയറിയത്. അപ്പം എൻ്റെ കയ്യിൽ എന്താണ് തെറ്റെന്ന് ആ നിങ്ങളുടെ കറണ്ട് പാർട്ട്ണർ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് കാര്യങ്ങൾ മനസ്സിലായി. അപ്പോൾ ഇവർ ഈ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ഒഴിവായിട്ട് നിങ്ങൾ തമ്മിൽ തിരിച്ചൊരു റിലേഷൻഷിപ്പ് തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ, ഇപ്പോഴത്തെ പേഴ്സൺ. അതാണ് ക്വീൻ ഓഫ് സ്വേർഡ്സ്. ആവണമെന്നില്ല. അത് നിങ്ങളുടെ ലൈഫിൽ ആരാണ് പാർട്ട്ണർ ഉള്ളത്, നിങ്ങൾ ആരാണ് ഈ സിറ്റുവേഷനിൽ കൂടെ പോകുന്നത്, അപ്പോൾ നിങ്ങളുടെ വൈഫോ ഹസ്ബൻഡോ ഒരു റിലേഷൻഷിപ്പിൽ ഒരു റീബേർത്ത് ആഗ്രഹിക്കുന്നുണ്ട്. അതാണ് പറയുന്നത്. അപ്പോൾ ഈ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം നമുക്ക് രണ്ടുപേരും കൂടെ സ്വരുവയോടെ മുമ്പോട്ട് പോകണം എന്നൊരു ചിന്ത ഈ ക്വീൻ ഓഫ് സ്വേർഡ്സിൻ്റെ മനസ്സിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ടെൻ ഓഫ് സ്വേർഡ്സ് ഇവിടെ കാണിക്കുന്നത്. ടെൻ ഓഫ് സ്വേർഡ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു പോസിറ്റീവ് എനർജി ആയിട്ടാണ് കാണുന്നത്. കാരണം ഹാപ്പിനെസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ദുരിതപൂർണമായ ഈ ജീവിതത്തിൽ നിങ്ങൾ തമ്മിലുള്ള, നിങ്ങളുടെ കറണ്ട് പാർട്ട്ണറും നിങ്ങളും തമ്മിലുള്ള ഈ ദുരിതപൂർണമായ റിലേഷൻഷിപ്പിന് ഒരു അറുതി വരാൻ പോകുകയാണ്. എന്നിട്ട് രണ്ടുപേരും ഈ റിലേഷൻഷിപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യാനാണ് ആഗ്രഹം. 7 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. 7 ഓഫ് പെൻറ്റക്കിൾസിന് ഒരു കാര്യത്തിൽ റീഇൻവെസ്റ്റ് ചെയ്യുക, മനസ്സിലായോ? അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്ത് നിങ്ങൾ ഹാപ്പിനെസ്സിലേക്ക് എത്താൻ പോകുകയാണെന്നാണ്. ഇതാണ് ഗുഡ് ന്യൂസ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയും, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണോട് ആരുടെയാണ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ എനർജി ആരുടെയാണെന്ന് വെച്ചാൽ എടുക്കുക, പറയും നമ്മൾക്ക് ഇത് കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, നമുക്കിത് വിട്ടുകളയാം. മെജോറിറ്റി റിലേഷൻഷിപ്പിലും ഭാര്യ ഭർത്താവ് തമ്മിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടെങ്കിലും ഭാര്യയോ ഭർത്താവോ അത് പോട്ടെ, പഴയ കാര്യങ്ങളിൽ പൊക്കോട്ടെ, നമുക്ക് പുതിയതായിട്ടൊരു ജീവിതം തുടങ്ങാം എന്ന് മനസ്സ് വയ്ക്കുന്ന കുറേ പേരുണ്ട്, മനസ്സിലായോ? അത് മിസ്യൂസ് ചെയ്യരുത് മറ്റേയാൾ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെയും അങ്ങനെ എന്തോ ആണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു ഹാപ്പിനെസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് തിരിച്ചു വരാൻ പോകുന്നുണ്ട്. ഇതാണ് കാണിക്കുന്നത്. അപ്പോൾ അക്വേറിയസ്, ലിബ്ര, ജെമിനി, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, ലിയോ, വെർഗോ, Aquarius, Libra, Gemini, Capricorn, Leo, Virgo, Aries, Leo, Sagittarius, Virgo, Pisces, Aries, Scorpio. പിന്നെ Taurus, Virgo, Capricorn, Aquarius, Libra, Gemini, Cancer, Pisces, Scorpio, Libra. ഇത്രയുമാണ് സോഡിയാക് സൈൻസ് ഇവിടെ കണ്ടത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. എല്ലാം ഹാപ്പി ആയിരുന്നു, ഞാനും ഹാപ്പിയാണ് റീഡിങ്. അപ്പോൾ ഇനി അടുത്ത റീഡിങ്ങിൽ കാണാം. ബൈ ബൈ.